അപകടം നടന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ്. മീനാക്ഷി പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ മണ്ണ് ഒലിച്ചു വരുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് ആളുകൾ ഓടുന്നത് കാണാം. വലിയ രീതിയിൽ മണ്ണ് ഒലിച്ചു വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഒരു ടാങ്കർ അടക്കം അവിടെ നിന്ന് നീങ്ങി വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ടാങ്കർ അടക്കം, ഒരു ജീപ്പ്, അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ബൈക്കുകൾ, ഇതെല്ലാം നീങ്ങിപ്പോരുന്നത് കാണാം. അത്രമേൽ ശക്തിയോടുകൂടിയാണ് മുകളിൽ നിന്ന് തന്നെ മണ്ണ് ഒലിച്ചു വന്നത്. മുകളിൽ നിന്ന് മലയുടെ ഒരു ഭാഗം അടർന്ന്, നേരത്തെ പറഞ്ഞ ഈ ഷോർട്ട് കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ ആ ഭാഗം, സോയിൽ പിന്നിങ് ചെയ്തിരുന്ന ഭാഗം, അത് ദുർബലമായിരുന്നു. ആ ഭാഗം പൂർണ്ണമായും ഇളകി അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണടക്കമാണ് ഈ മീനാക്ഷി പാലത്തിലേക്കും മേപ്പാടി ചൂരൽമല റോഡിലേക്കും വന്ന് വീഴുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നീക്കിയിട്ടിരുന്ന ഒരു ടാങ്ക് എത്ര ദൂരമാണ് വരുന്നതെന്ന് നോക്കൂ. ഒരു 10-40 മീറ്റർ ആ ടാങ്കർ ലോറി ആ റോഡിലൂടെ നിറങ്ങി വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. അത്രമേൽ ശക്തിയോടുകൂടിയാണ് അവിടെ നിന്ന് മുകളിൽ നിന്നുള്ള മണ്ണ് ഇടിഞ്ഞു വീഴുന്നത്. അവിടെ ആളുകൾ, ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകളിൽ പലരും ആ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ 8 മുതൽ 18 വരെ കാണാനില്ല എന്ന് പറയുന്നു. 7 ഉദ്യോഗസ്ഥരടക്കമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഇത് അപകടത്തിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് അവിടെയുള്ള ഈ ഗ്രീൻ ലാക്സ് ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മീനാക്ഷി പാലത്തിന്റെ തൊട്ടപ്പുറത്ത് നിന്നും ഈ മണ്ണിടിഞ്ഞ് ആ പാലത്തിലൂടെ എങ്ങനെയാണ് ആ വാഹനം വരുന്നത് എന്നത് പ്രേക്ഷകർക്ക് കാണാം.